മലയാളികളുടെ മലയാളിയുടെ ഹരമായ രഘുവരൻ 2008 മാർച്ച് 19 വിട പറഞ്ഞു. കരൾ രോഗമായിരുന്നു അസുഖം. 49ാമത്തെ വയസ്സിലാണ് രഘുവരൻ മരിക്കുന്നത്. ഒരു ഉന്മാദ ജീവിതമായിരുന്നു രഘുവരൻ്റെ. ജനനം പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ ദേശത്ത് ആണ് ജനിച്ചത്. പഠിക്കാനായിട്ട് ചെന്നൈയിലെത്തിയപ്പോൾ പഠിക്കാനല്ല മൂപ്പർക്ക് താല്പര്യമായിരുന്നത്. മൂപ്പർക്ക് അഭിനയത്തോടാടുന്ന കല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂപ്പര് തിരഞ്ഞെടുത്തത് നാടകമാണ്. കിങ്സ് നാടകവേദി എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള പ്രമുഖ നാടകവേദിയിൽ മൂപ്പര് അഭിനയം തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആദ്യ ചിത്രമായ കക്കയിൽ മൂപ്പര് അഭിനയിക്കുന്നത്. രോഹിണിയാണ് നായിക. പടം സൂപ്പർ ഹിറ്റാണ്. പക്ഷേ മലയാള സിനിമകളിലേക്ക് രഘുവരനെ ക്ഷണിച്ചില്ല. രഘുവരനെ 2 കൈയും നീട്ടി സ്വീകരിച്ചത് തമിഴ് സിനിമയാണ്. രഘുവരൻ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. തമിഴ് സിനിമയിലെ നിത്യ സാന്നിധ്യമായിട്ട് മാറണം. പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം വളരെ കുറവാണ്, ഹൈറ്റ് ഭയങ്കരമാണ്. എന്നിരുന്നാലും മൂപ്പരെ ഫൈറ്റ് കാണാൻ ഒരു പ്രത്യേക ചന്ത, അടിപൊളി ഫൈറ്റാണ്. അതുപോലെ തന്നെ ആ ഒരു വണ്ണം കുറഞ്ഞ മെലിഞ്ഞ ശരീരം വെച്ച് ക്രൂരനായുള്ള വില്ലൻ അടിപൊളിയായിട്ട് കളിക്കും മൂപ്പര്. ഭാഷയിലെ രജനീകാന്തിനെ പോലും തോൽപ്പിക്കുന്ന വില്ലനായിരുന്നു ഭാഷയിലെ രഘുവരൻ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന രഘുവരനെ കമലഹാസനായാലും അതുപോലെ തന്നെ രജനീകാന്തിനായാലും എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ് തമിഴിൽ. മലയാളത്തിൽ വരെ അഭിനയിച്ചില്ല എന്ന് പറയുന്നില്ല. മലയാളത്തിലെ വ്യൂഹമാണ് അവസാനമായിട്ട് അഭിനയിച്ച പടം. അതുപോലെ തന്നെ ലെനിൻ രാജേന്ദ്രൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്നൊരു പടത്തിലെ മൂപ്പര് വിളിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെനിൻ രാജേന്ദ്രന് ആ ഒരു ക്യാരക്ടറിന് രഘുവരനാണ് ആപ്റ്റ്. ദേശീയ അവാർഡിന് വരെ പരിഗണിക്കപ്പെട്ട ഒരു പടമായിരുന്നു അത്. പക്ഷേ ദേശീയ അവാർഡ് ഒരു തുള്ളിക്കാണ് പോയത്. അപ്പോൾ ആ പടത്തിലൊരു രസമുണ്ട്. മൂപ്പര് വന്ന വഴിക്ക് തന്നെ മൂപ്പർക്കൊരു കോട്ടുണ്ട്. ആ കോട്ടിട്ടാണ് മൂപ്പര് അവസാനം വരെ അഭിനയിച്ചത്. ആ കോട്ട് അലക്കാൻ വരെ കൊടുക്കില്ല. അപ്പോൾ ശ്രീവിധി പറയാൻ അടുത്ത് വരുമ്പോഴൊക്കെ ഈ കോട്ടിൻ്റെ മണം കേട്ട് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ടെന്ന് ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രോഹിണിയായിട്ടുള്ള വിവാഹം, ഒരു മകനുണ്ട്. അങ്ങനെ രോഹിണി വിചാരിച്ച് ഇത്രയും ഒരു പ്രശ്നക്കാരനല്ല എന്ന് വിചാരിച്ച, പക്ഷേ അടുത്ത ഇടപെടലുകളാണല്ലോ മനസ്സിലാവുന്നത് വളരെ പ്രശ്നക്കാരനാണെന്നുള്ളത്. അങ്ങനെ ഡൈവോഴ്സായി. അതോടുകൂടി രഘുവരൻ്റെ എല്ലാ കൺട്രോളും പോയി. പിന്നെ ലഗാനും ഇല്ലാത്തൊരു ജീവിതമാണ്. കുടിയും മയക്കുമരുന്നും മറ്റെല്ലാ കാര്യങ്ങളായിട്ട് മൂപ്പര് പിന്നെ ജീവിതം അങ്ങോട്ട് ഒരു ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷത്തിൽ തന്നെയാണ് രഘുവരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 49ാമത്തെ വയസ്സിൽ വിട്ടുപിരിഞ്ഞത്. നല്ലൊരു നടനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു.